വളരെ എളുപ്പത്തിൽ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി മീൻകറി ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് നല്ല രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും പുട്ടിൻ്റെ കൂട്ടത്തിലാണെങ്കിലും അതുപോലെ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ചാറൊക്കെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത അമ്മമാർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമോ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യമേ തന്നെ നമുക്കൊരു സവാള ചെറിയ രീതിയിലൊന്ന് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഇട്ട് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു 3-4 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറിയ രീതിയിലൊന്ന് കൊത്തി എറിഞ്ഞിട്ടിട്ട് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മളോട് സവാള കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന ആ സവാള അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിതുപോലെ സവാളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മളിതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട, ഒരു കുറച്ച് മതി. അതായത് പോലെ അന്തോരം ആവശ്യത്തിന് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വാറ്റിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രീതിയിലൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് തക്കാളി, ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ആ തക്കാളി കൂടി ഒന്ന് കുനുകുനാന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വയന്ന് വരാനായിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിള വന്ന് കഴിയുമ്പം നമുക്ക് ഇതുപോലെ നമ്മൾ തക്കാളിയൊക്കെ ഉടയാത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതുപോലെ ആ അരപ്പിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് വെള്ളം നിങ്ങൾക്ക് വേണ്ട എന്നുള്ളവർ ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത്തിരി കുറുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചും കൂടെ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മുടെ ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പം ആ തിളയ്ക്കുന്നതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ എല്ലാ മീനുകളും പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാള മാത്രമല്ല നമുക്ക് എല്ലാ മീനുകളും നമ്മൾക്ക് കിളിമീനും അതുപോലെ ചാള അതുപോലെ കൊഴുവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ ഗ്രേവി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കുത്തി ഇളക്കാതെ തന്നെ ചെറിയ രീതിയിലൊന്ന് അരികൊക്കെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുത രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്കുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുടപ്പുളി ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. കുടപ്പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത്. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞപ്പം മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിക്കാനൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ഒരു 1-2 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കുറച്ച് ഉലുവ ആദ്യമേ തന്നെ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ആ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഇതുപോലെ നിങ്ങൾ താളിച്ചൊഴിക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിനും രാവിലെയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ഫോളത്തെ പിടിച്ചിറങ്ങി ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ.